ഐട്യൂൺസ് വഴി iOS അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? അതായത് നമുക്ക് ഐട്യൂൺസിൽ ഫോൺ കണക്ട് ചെയ്ത് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ബാക്കപ്പ് എടുക്കാനായിട്ടൊരു ഓപ്ഷൻ കാണിക്കുക. അതായത് iCloudലേക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാക്കിലേക്ക് നമുക്ക് ബാക്കപ്പ് എടുക്കാം. പക്ഷേ ഇത് സാധാരണ ഫോണിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് നല്ല സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ബാക്കപ്പ് എടുക്കണ്ട. ബാക്കപ്പ് എടുക്കാതെ തന്നെ ജസ്റ്റ് എനിക്ക് വോയിസ് അപ്ഡേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് ബാക്കപ്പ് എടുക്കാതെ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. സോ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റി, ഈ ബാക്കപ്പിൻ്റെ ഓപ്ഷൻ. അതിനായിട്ട് നമുക്ക് ടെർമിനൽ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ടെർമിനൽ എടുത്തിട്ടുണ്ട്. ടെർമിനലിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ബാക്കപ്പ് അവിടെ ഡിസേബിൾ ആവും. ഈ കമാൻഡ് ജസ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്തിട്ട് ഐട്യൂൺസ് ക്വിറ്റ് ചെയ്ത് മാക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഫോൺ കണക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കപ്പ് എടുക്കത്തില്ല. ബാക്കപ്പ് എടുക്കാതെ തന്നെ ജസ്റ്റ് അപ്ഡേറ്റ് ആയി അത് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാതെ തന്നെ ഐട്യൂൺസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി. അത് പുതിയ മാക്OSനാണ് ഞാൻ ഈ ഒരു കാണിച്ച കമാൻഡ്. പഴയ macOS ആണ് നിങ്ങളുടെ മാക്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ കമാൻഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ AMP ഡിവൈസ് ഏജൻറ്റ് എന്നുള്ള സർവീസ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ വേറൊരു ഒരു പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് OSൻ്റെ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും.